ഡിജിറ്റൽ വാച്ച് 90കളിലും അവിടുന്ന് ഇങ്ങോട്ടും എല്ലാത്തരം ആളുകൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന വാച്ചുകളായിരുന്നു ഡിജിറ്റൽ വാച്ചുകൾ. പ്രത്യേകിച്ച് കാസിയോ ഡിജിറ്റൽ വാച്ചുകൾ മാർക്കറ്റിൽ വലിയ തരംഗമുണ്ടാക്കിയിരുന്നു. കാരണം അതിൻ്റെ താരതമ്യേനയുള്ള വിലക്കുറവ്, ബിൽഡ് ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ വാച്ച് സാധാരണ ഇതിൽ കേടാവുന്ന ഒരു സംഭവം വളരെ അപൂർവമായിട്ട് ഉണ്ടാവുമായിരുന്നു. വളരെയധികം കാലം അതിൻ്റെ ബാറ്ററി ചാർജ് നിൽക്കും. ഇതുകൊണ്ടൊക്കെ കാസിയോ വാച്ചിനോട് ജനങ്ങൾക്കൊരു പ്രത്യേക പ്രിയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആ ഡിജിറ്റൽ വാച്ചുകൾ തിരിച്ചു വന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ അത്തരം വിൻറ്റേജ് വാച്ചുകൾക്ക് ഇപ്പോൾ വല്ലാത്തൊരു സ്വീകാര്യത കാണപ്പെടുന്നുണ്ട്. മാർക്കറ്റിൽ ധാരാളം ഒറിജിനലായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടും ധാരാളം വാച്ചുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കാസിയോ വിൻറ്റേജ് എന്നുള്ള പേരിൽ. നമസ്കാരം. വിൻറ്റേജ് ഡിജിറ്റൽ വാച്ചുകൾ, പ്രത്യേകിച്ച് കാസിയോയുടെ പഴയ ടൈപ്പ് വാച്ചുകളൊക്കെ ഇപ്പോൾ യൂത്തിനിടയിൽ വലിയൊരു ട്രെൻഡായി നിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വാച്ച്, കാസിയോക്ക് പകരക്കാരനായ ഒരു ഡിജിറ്റൽ വാച്ചിനെ കുറിച്ച് ഒന്ന് നോക്കാം. ചൈനീസ് ബ്രാൻഡായ സ്കെമെ വാച്ചിനെ കുറിച്ചാണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കാസിയോ പോലെ തന്നെയുള്ള വാച്ചാണ്. ഗ്ലാസ് അക്രിലിക് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പേസ് നല്ല സ്റ്റഡി ആയിട്ടുണ്ട്. ബട്ടൺസ് ഒക്കെ സ്മൂത്താണ്. അലാറം, സ്റ്റോപ്പ് വാച്ച്, അതുപോലെ 2 സോണിലുള്ള ടൈം കാണിക്കുന്നുണ്ട്. ബട്ടണൊക്കെ നല്ല സ്മൂത്തായി വർക്ക് ചെയ്യുന്നുണ്ട്. സ്കെമെ വലിയൊരു ബ്രാൻഡാണ്. ഒരു ചൈനീസ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ബ്രാൻഡല്ല. ഏകദേശം 100-ൽ പരം രാജ്യങ്ങളിലെ ഒരു ബ്രാഞ്ചുകളുണ്ട്. ബാക്ക് ലൈറ്റ് അത്യാവശ്യം ബ്രൈറ്റ് ആണ്, പക്ഷെ അത് വളരെ ഷോർട്ടാണ് ടൈം. ആ ഒരു അപാകത മാത്രമേ ബാക്ക് ലൈറ്റിനെ കുറിച്ച് പറയാനുള്ളൂ. അതിൻ്റെ സ്ട്രാപ്പിലേക്ക് വന്നാൽ ബക്കിള് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വൃത്തിയുള്ളൊരു ബക്കിളുണ്ട്. അതുപോലെ തന്നെ സ്ട്രാപ്പ് ഫൈബർ സ്ട്രാപ്പാണ്. സിലിക്കണിൻ്റെ ഒരു സ്മൂത്ത് ഫീൽ ചെയ്യുന്നില്ല, എന്നാലും മോശമല്ലാത്തൊരു സ്ട്രാപ്പാണ്. ഇതിൻ്റെ കേസ് വരുന്നത് 43 mm ആണ്. അതുപോലെ സ്ട്രാപ്പ് 20 mm സ്ട്രാപ്പാണ് വിഡ്ത്ത് വരുന്നത്. ഓവറോൾ വാച്ച് നല്ല ഫിനിഷുള്ള ഒരു ബ്രാൻഡഡ് വാച്ചിൻ്റെ ഫീലൊക്കെ തരുന്ന കാസിയോ AE 1200 വളരെ സിമിലർ ആയിട്ടുള്ളൊരു വാച്ചാണ്. നമുക്ക് വാച്ച് ഒന്ന് തുറന്ന് നോക്കാം. പക്ഷെ തുറക്കുമ്പോൾ കാണുന്നത് മാക്സെലിൻ്റെ ഒരു ലിഥിയം അയൺ ബാറ്ററി. ചൈനീസ് ബ്രാൻഡ് പോലെ മോശം ബാറ്ററി അല്ല, നല്ലൊരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള മൂവ്മെൻ്റ് ആണ്. ബ്രാൻഡഡ് വാച്ചിൽ കാസിയോ പോലുള്ള വാച്ചുകളിലൊക്കെ വരുന്നത് പോലെ ക്വാളിറ്റിയുള്ളൊരു മൂവ്മെൻറ്റ് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്കെമി ഡ്യുവൽ ടൈം ക്രോണോഗ്രാഫ് എന്ന ഈ വാച്ചിന് ഒരു ബ്ലാക്ക് വേരിയൻറ്റ് കൂടി വരുന്നുണ്ട്. ഈ വാച്ചിനിപ്പോൾ വരുന്ന പ്രൈസ് 699 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡിജിറ്റൽ വാച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ മികച്ച ഒരു വാച്ചാണിത്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഇതിൻ്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേരിയൻറ്റും വരുന്നുണ്ട് വാച്ച്. കുറച്ച് പ്രൈസ് കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബി ഹാപ്പി ഓൾവേസ്.